ജന്മഭൂമി പ്രധാന വാർത്തകൾ. ചർച്ചയ്ക്ക് തയ്യാറെന്ന് പുടിൻ. ഭാരതം മധ്യസ്ഥത വഹിക്കണം. മോസ്കോ. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ചർച്ചയ്ക്ക് ഭാരതം മധ്യസ്ഥത വഹിക്കണമെന്നും പുടിൻ നിർദ്ദേശിച്ചു. വ്ളാദിവോസ്റ്റോക്കിൽ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനുമായുള്ള സമാധാന ഉടമ്പടിയിലെത്തുന്നതിന് റഷ്യ എതിരല്ല. 2022 ഇസ്താംബൂളിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒപ്പുവെച്ച കരാർ അടിസ്ഥാനമാക്കിയതായിരിക്കണം ചർച്ച. ഭാരതത്തിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് സ്വീകാര്യമാണ്. ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കാവുന്നതാണ്. ഈ രാജ്യങ്ങൾക്ക് മികച്ച രീതിയിൽ മധ്യസ്ഥത വഹിക്കാൻ സാധിക്കും. റഷ്യ ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഭാരതവും ബ്രസീലും ചൈനയും ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. സമാധാന ചർച്ചകൾക്ക് റഷ്യ വിസമ്മതിച്ചിട്ടില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈനുമായി യുദ്ധം ആരംഭിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് പുടിന്റെ പ്രസ്താവന. അടുത്തിടെ റഷ്യയും ഉക്രൈനും സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനോടും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയോടും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ഓണക്കാലത്തെ പ്രതിസന്ധിക്ക് ആശ്വാസം. കേരളത്തിന് 4200 കോടി കടമെടുക്കാൻ കേന്ദ്ര അനുമതി. തിരുവനന്തപുരം. ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം 4200 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതിയായി. ഓണച്ചെലവുകൾക്ക് പണം അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ആവശ്യം പരിഗണിച്ചാണിത്. കേരളത്തിന് ഈ വർഷം ആകെ 37,512 കോടി കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിരുന്നത്. ഇതിൽ ഡിസംബർ വരെ 21,253 കോടിയും ശേഷിക്കുന്ന തുക ജനുവരി മുതൽ മാർച്ച് വരെയും എടുക്കാം. കഴിഞ്ഞ ചൊവ്വാഴ്ച 21,253 കോടിയും കടമെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ജനുവരി മുതൽ മാർച്ച് വരെ കടമെടുക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് 5,000 കോടിക്കാണ് കേരളം അനുമതി നേടിയത്. ഇതിൽ 4,200 കോടി എടുക്കാൻ അനുമതിയായി. ശമ്പളവും പെൻഷനും ബോണസും ഉത്സവ ഭത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് 20,000 കോടിയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക. സഹകരണ ബാങ്കിൽ നിന്ന് 1000 കോടി വായ്പയെടുത്ത് 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹർജികൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച്. കൊച്ചി. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയും അടങ്ങുന്ന പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി രൂപീകരിച്ചു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖിന്റെ ഉത്തരവ് പ്രകാരമാണ് ബെഞ്ച്. നേരത്തെ പുറത്തു വന്നതിനാൽ അപ്പീൽ അപ്രസക്തമായെന്ന് വാദത്തിനിടെ ബെഞ്ച് വാക്കാൽ അഭിപ്രായപ്പെട്ടു. ചില വാദങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അപ്പീൽ അഭിഭാഷകൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടെ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു. അപ്പീലും പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി മാറ്റി. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 3 ഹർജികൾ കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പടർന്നു പിടിച്ച് മഞ്ഞപ്പിത്തം. കോഴിക്കോട്. ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന കൊമ്മേരി എരവത്തുകുന്ന് പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലുണ്ടെന്ന് പരിശോധനാ ഫലം. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പ്രദേശത്തു നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ മലാപ്പുറമ്പ് ജല അതോറിറ്റി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇന്നലെ രാവിലെയോടെയാണ് ഫലം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനു ലഭിച്ചത്. തുടർന്ന് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ നിന്ന് മഞ്ഞപ്പിത്തം പടർന്നതിനാൽ കിണർ പരിപാലിക്കുന്ന കമ്മിറ്റിക്ക് ടാങ്ക് ശുചീകരിക്കാനുള്ള നിർദ്ദേശം നൽകി. വാർഡ് കൗൺസിലർ കവിത,
കുടിവെള്ള പദ്ധതി മേൽനോട്ട കമ്മിറ്റി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. മഞ്ഞപ്പിത്തം ബാധിച്ച പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തമാണ് പ്രദേശത്ത് പടർന്നു പിടിക്കുന്നത്. നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 28 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 24-കാരിയുടെ നില അതീവ ഗുരുതരമാണ്. രോഗലക്ഷണങ്ങളുമായി നിരവധി പേർ ഇതിനകം ചികിത്സ തേടി. ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തമാണ് പടരുന്നത്. ദുരിതബാധിതർക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. കൽപ്പറ്റ കേരള പോലീസ് അസോസിയേഷൻ, കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയും കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയും ചേർന്ന് വയനാട് ദുരന്ത ബാധിതർക്ക് ആവശ്യമായ കണ്ണടകൾ വിതരണം ചെയ്തു. വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി IPS വയനാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനീഷിന് കൈമാറിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പുൽപ്പള്ളി അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ശശിമലയിൽ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം നൽകി. ഓണം കളറാക്കി പൂവിപണി. കോഴിക്കോട് കേരളത്തിന്റെ ഉത്സവമായ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ജാതി മത വ്യത്യാസമില്ലാതെ മലയാളികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഓണത്തിന് 10 ദിവസം പൂക്കളമിട്ട് തിരുവോണത്തിന് കോടിയുടുത്ത് സദ്യയൊരുക്കി എല്ലാവരും ചേർന്ന് ഉണ്ണാതെ ഒരോണക്കാലവും മലയാളികൾക്ക് പൂർണ്ണമാകില്ല. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം ഇന്നും മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ്. അധ്യാപക ദിനത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി അധ്യാപകർ. മടവൂർ അധ്യാപക ദിനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ വിദ്യാലയത്തിലെ 50ഓളം അധ്യാപകരും PTA പ്രതിനിധികളും രക്തദാനം നടത്തി. ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാലയ അധ്യാപക അവാർഡുകൾ സമ്മാനിച്ചു. സ്കൂളുകളിൽ സബ്ജക്ട് മിനിമം ഈ വർഷം മുതൽ നടപ്പാക്കും. പത്തനംതിട്ട സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക നിലവാരം ഉറപ്പുവരുത്തുന്നതിന് സബ്ജക്ട് മിനിമം ഈ വർഷം മുതൽ നടപ്പാക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കോഴഞ്ചേഴ്സിന് 8 വിക്കറ്റ് ജയം. തിരുവനന്തപുരം കേരള ക്രിക്കറ്റ് ലീഗിന്റെ 4ാം ദിവസത്തെ ആദ്യ കളിയിൽ ഫിനസ് തൃശൂർ ടൈറ്റൻസിന് അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ 8 വിക്കറ്റ് ജയം. റോയൽസ് മുൻസ് കപിൽ പാർമറിനും ഹർവിന്ദർ പൂജ സഖ്യത്തിനും വെങ്കലം. പാരീസ് പാരാലിമ്പിക്സിൽ ഭാരതത്തിൽ ജൂഡോയിൽ വെങ്കലം. കപിൽ പാർമറാണ് ഭാരതത്തിനായി വെങ്കലം സ്വന്തമാക്കിയത്. പാരാലിമ്പിക്സിൽ ഭാരതത്തിന്റെ ആദ്യം ജൂഡോ മെഡൽ നേട്ടമാണിത്. ബ്രസീലിന്റെ എലിയൽട്ടൺ ഡി ഒലിവേരയെ ഇർപോണിനെയാണ് പരാജയപ്പെടുത്തിയത്. 60 കിലോഗ്രാം വിഭാഗത്തിൽ കപിൽ ബ്രസീലിയൻ താരത്തിന് മേൽ സർവാധിപത്യത്തോടെയാണ് മെഡൽ നേടിയത്. സ്കോർ 10. അമ്പെയ്ത്തിൽ ഭാരതത്തിന്റെ ആദ്യ സ്വർണം നേടിയ ഹർവിന്ദർ സിംഗ് മിക്സഡ് ടീം ഇനത്തിൽ പൂജയ്ക്കൊപ്പം വെങ്കലം നേടി. ശുഭദിനം. നന്ദി.